നമ്മുടെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കണക്ക് പുറത്തുവിട്ടതിന് ശേഷം ഹാലിളകിയ CPM-കാർ പ്രചരിപ്പിക്കുന്ന പുതിയൊരു ക്യാപ്സ്യൂളുണ്ട്. VS ജോയ് വെറും 3 പേരിൽ നിന്ന് പിരിച്ചത് 55 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരാകെ എത്ര രൂപ പിരിച്ചു കാണും? ആ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ DYFI-ക്കാരുടെ 20 കോടിയെ പറ്റിയിട്ടാണ്. DYFI-യുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 33,18,907. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 28,525. തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 46,18,568. DYFI ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 20,02,265. DYFI-യുടെ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 23,50,000. DYFI നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 30,300,000. അപ്പോൾ ഈ 6 കൂടെ കൂട്ടുമ്പോൾ 6 ബ്ലോക്ക് കമ്മിറ്റികൾ മാത്രം പിരിച്ച പണം കൂട്ടുമ്പോൾ ഏതാണ്ട് 1,80,90,565 രൂപ. അതായത് ശരാശരി എടുക്കുമ്പോൾ ഒരു ബ്ലോക്ക് കമ്മിറ്റി ഏതാണ്ട് 30,15,094 രൂപ വെച്ച് പിരിക്കണം. നമ്മുടെ DYFI-ക്ക് കേരളത്തിൽ 220 ബ്ലോക്ക് കമ്മിറ്റികളാണുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാകെ DYFI-ക്കാർ പിരിച്ചത് 66,33,20,716 രൂപ. നിങ്ങൾ CMDRF-ലേക്ക് പൈസ കൊടുക്കാത്തതിനകത്ത് തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. പോട്ടെ, നിങ്ങൾ അല്ലാതെ കൊടുത്തു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന തുക തന്നെ 20 കോടിയാണ്. ഇനി DYFI-ക്കാരും പറയൂ, നിങ്ങൾ പിരിച്ച 66 കോടിയിൽ 20 കോടി മാത്രം കൊടുക്കുമ്പോൾ ബാക്കി 46 കോടി രൂപ ആരുടെ അന്നനാളത്തിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. തുറന്നു പറഞ്ഞാൽ DYFI-യുടെ കണക്ക് അടിമുടി